അപ്പം ഞാൻ ഉണ്ടാക്കാറുള്ള തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇത്. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒന്ന് ചൂടാക്കി എടുത്ത് അതിലേക്ക് ഓൾ സ്പൈസസും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്തിട്ട് ഒന്നും കൂടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ ചേർക്കാം. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേണമെങ്കിൽ കുറച്ച് തൈരും പിന്നെ നമ്മുടെ പുതിനയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം വെച്ചതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അരിയെടുത്തതിൻ്റെ ഒരു 1/2 കപ്പ് മാത്രം കൂട്ടിയെടുത്താൽ മതി. പിന്നെ അതിൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങനീരും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുത്തിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയാണ് കേട്ടോ. പൊരിച്ച ബിരിയാണീൻ്റെ അത്ര വരൂലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.